ഉറപ്പും വാക്കുമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഇവിടെ മരണമൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പോൾ വൈകുന്നേരത്തെ കാലതാമസത്തിൻ്റെ പേരിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ബോഡി ഇവിടെ നാട്ടിലേക്ക് അയക്കുന്ന നടപടിക്രമങ്ങൾ വൈകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. രാവിലെ അംബാസഡറുമായിട്ടൊരു സംസാരം നടത്തിയിരുന്നു. അപ്പോൾ അവർക്കുള്ള പിന്നെ അത്തരം കാര്യങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റും അതിൻ്റെ നിവേദനവും പരാതികളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൈമാറും. അതിനെ സംബന്ധിച്ച് നാട്ടിലും വിദേശ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടും. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ഉണ്ടാവും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പ്രവാസി പ്രാതിനിധ്യം പ്രതീക്ഷിക്കാൻ പറ്റും. അല്ല, അത് സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിജയസാധ്യത തന്നെയായിരിക്കും. അതിലിപ്പോൾ ഏതെല്ലാം കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഏതെല്ലാം വിഭാഗം എന്നുള്ള അങ്ങനത്തെ തീരുമാനങ്ങളിലേക്കൊന്നും പാർട്ടി എത്തിയിട്ടില്ല. അർഹമായ എല്ലാ പരിഗണനകളും തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്ന് മീറ്റിങ്ങിലും പറഞ്ഞത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവാസ ലോകത്ത് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തേണ്ട ഇടപെടൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ചിത്രം അത് തയ്യാറാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് UDF തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ മാത്രമല്ല, നടപടികളുണ്ടാവണം. വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പ്രവാസ ലോകത്തെ അറിയിച്ച് ആ പരിഹാര മാർഗങ്ങൾ തേടുന്ന ഒരു സമീപനമായിരിക്കും ഇത്തവണ UDFൻ്റെതായിട്ടുണ്ടാവും. യാത്രാ പ്രശ്നത്തിൽ അന്ന് നിങ്ങൾ ഇടപെടുകയും പിന്നെ എക്സ്പ്രസ് ഇപ്പോൾ കോഴിക്കോട്ടേക്കുള്ള എക്സ്പ്രസ് പൂർണ്ണമായി റദ്ദാക്കി. വിന്റർ ഷെഡ്യൂളിൽ മാത്രമേ ഉള്ളൂ അത്. പക്ഷേ ഇപ്പോഴും അത് വന്നിട്ടില്ല. ഈ മാർച്ച് വരെ പ്രവാസികൾ കോഴിക്കോട്ടേക്ക് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കുവൈത്ത് പ്രവാസികൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ബാംഗ്ലൂർ വഴി ഞാൻ ഉൾപ്പെടെ വന്നത് ബാംഗ്ലൂർ വഴിയാണ്. കുറേ ആളുകൾ അതുവഴി കാണാൻ സാധിച്ചു. പിന്നെ റസാഖ് മാഷൊക്കെ മുംബൈ വഴിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നേരിട്ട് അതില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ ആളുകൾക്കുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആകെ അനുവദിച്ച് കിട്ടുന്ന ലീവിൻ്റെ കുറേ യാത്രയ്ക്ക് പോവുക, കുറേ സാമ്പത്തികമായിട്ട് കിട്ടുന്ന തുക ഇതിനു വേണ്ടി നീക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ മാർച്ച് ആണിപ്പം പറഞ്ഞിരിക്കുന്ന ഉറപ്പെങ്കിൽ പോലും അത് ആ നിഷേധം അതല്ലെങ്കിൽ ആ വൈകലൊരു നീതി നിഷേധമാണ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ട് ഇവിടുന്ന് തന്ന നിവേദനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി അധികം വൈകാതെ മിനിസ്റ്റർ കണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂ ഫോളോ അപ്പ് നടത്തും. ബന്ധപ്പെട്ട് പ്രവാസികൾ വളരെയധികം ബുദ്ധിമുട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പല ആളുകളും